നമ്മൾ മാങ്ങയും വെച്ചൊരു ഡിഷ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് മാങ്ങ കുറച്ച് ചെറുതാക്കണമായിരുന്നു. നമ്മൾ കുറച്ച് മാങ്ങ ചെത്തി കഴിഞ്ഞ് കഴിച്ചു. അപ്പോൾ നമുക്കത് ചെറുതാക്കാം. വെട്ടിയിട്ട് വന്നു. ഓക്കെ, ഇനി നമുക്കിത് പാത്രത്തിലോട്ടാക്കാം. പാത്രം ഇങ്ങോട്ട് നീക്കൂ. പക്ഷെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. ഇടയ്ക്കൂടെ കുറച്ച് മാങ്ങ എടുത്ത് തിന്നു. അതുകൊണ്ടാണ് അത്രയും വലിയ മാങ്ങ ഇട്ട് ഇത്രയേ കിട്ടിയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു സാധനം ഉണ്ടാക്കണം. ഇത് കഴുകിയിട്ട് വരാം. നമുക്ക് നമ്മൾ മസാല ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പ്, മുളക്, എണ്ണ. അപ്പോൾ ആദ്യം നമുക്ക് ഉപ്പെടുക്കാം. ബാക്കിയെല്ലാം ജഗ്ഗിൽ നമ്മൾ ഇട്ട് വെച്ചേക്കാണ്. ആരൊന്നും വിചാരിക്കില്ല. ഇത്തിരി ഉപ്പെടുക്കാം. ഇച്ചിരി എടുത്ത് തിരിച്ചു വിട്ടു നമ്മൾ. ഇത് കൊണ്ടുപോയി വെക്കൂ. ഇനി മുളക് തുറക്കാൻ പറ്റുന്നില്ല. ഓ, താരാണ് ഇങ്ങനെ അടച്ചു വെച്ചത്. ഞാൻ ദൂരെ പോവാം. ഇത്രയും മുളകും എടുക്കാം. കൂടി എന്തു അങ്ങനെയൊക്കെ ഭയങ്കര എരിയാണ് ഈ മുളകിന്. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കാശ്മീരി അങ്ങനെ എരിയില്ല. അതെ, കാശ്മീരിയോട് ഒരു സാധാ എരിയുള്ള മുളകും കൂടി ചേർക്കുന്നുണ്ട്. ഈ ക്യാമറയുടെ മുന്നിലല്ലായിരുന്നെങ്കിൽ ഇവരെ ഞാൻ പൊരിച്ചേനെന്ന്. ഒരടപ്പ് അവിടോട്ട് വെക്കടി കൊരങ്ങേ. ഒരടപ്പ് എണ്ണ എടുത്തു. അത് ഒഴിച്ചു. കുഴച്ചു. നമ്മൾ നന്നായിട്ട് ഭയങ്കര ഉപ്പായിരിക്കും. മിക്കവാറും ഉപ്പ് ഇച്ചിരി കൂടിപ്പോവും. എന്നാലും നമ്മുടെ മാങ്ങയുടെ കൂടെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് അത് ഉപ്പ് കണ്ടോ. ഇത്ര ഒരു തുള്ളിയ ഉള്ളു നമുക്ക് കണ്ടോ. ഇത്ര ഉള്ളു നമ്മൾ എന്നിട്ട് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓ, എന്നെ ചീത്ത വിളിക്കുകയാണ് ഇപ്പോൾ പിള്ളേർ. ചീത്ത വിളിക്കലും വഴക്ക് പറയണം. അപ്പോൾ നമ്മൾ അതെടുത്ത് നന്നായിട്ട് മാങ്ങ എടുക്കാം. അപ്പോൾ കണ്ടോ ഇച്ചിരി മുളക് എടുത്തിട്ട് വരൂ. ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ്. തറയിൽ വീണിട്ടുണ്ടായിരുന്നു. കൈ നന്നായിട്ട് നീറുന്നുണ്ട്. എൻ്റെ കൈ മുറിഞ്ഞു. ഞാൻ മാങ്ങ അരിഞ്ഞപ്പോൾ എൻ്റെ കൈ മുറിഞ്ഞായിരുന്നു. അതിനകത്തോട്ട് നല്ല മുളക് ചേർന്ന് കയറിയിട്ടുണ്ട്. ഇച്ചിരി മുളക് അങ്ങോട്ട് ഇടി. മീമി എടുത്ത പോലെ നന്നായിട്ട് ഇളക്കി നല്ല സൂപ്പറാക്കി. ഇനി നമുക്ക് ഈ പാത്രം കഴുകിയിട്ട് വരാം. നമുക്ക് ടേസ്റ്റ് കഴിച്ച് നോക്കാം. നല്ല മസാല. സൂപ്പർ. ബൈ ബൈ ഗൈസ്. ബൈ.